നമസ്കാരം, എല്ലാവർക്കും പണ്ടൊരു മിത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഐറിഷ് മിത്ത് പറയാം. ഒരു രാജാവിൻ്റെ കഥ, ഒരു രാജാവിൻ്റെ രഹസ്യത്തിൻ്റെ കഥ. എന്താണ് രഹസ്യം എന്നല്ലേ, നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നാട്ടിലെ ഒരു രാജാവ്. ആളെ നമുക്ക് ലോറി ലിൻഷോക്ക് എന്ന് വിളിക്കാം. അതിപ്രഗത്ഭനായ പ്രശസ്തനായ പ്രജകൾക്കൊക്കെ പ്രിയപ്പെട്ടൊരു രാജാവാണ്. പക്ഷേ ഇയാൾക്കൊരൊറ്റ കുഴപ്പമുണ്ട്. എന്താണെന്നല്ലേ, ഇയാൾക്ക് സാധാരണ മനുഷ്യന്മാരുടെ ചെവിയല്ല, മറിച്ച് കുതിരയുടെ പോലത്തെ ചെവിയാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയാ. അയാൾ ജനിച്ചത് അതുപോലൊരു ചെവി വെച്ചിട്ടാണ്. പക്ഷെ അയാൾക്ക് ഭയങ്കര സങ്കടമാണ്. ആളുകളിങ്ങനെ അറിഞ്ഞാലോ രാജാവിന് വിചിത്രമായ ചെവിയാണെന്ന്. ചിലപ്പോൾ രാജാവിനെ ഭരിക്കാൻ പോലും അവർ വിടത്തില്ല. അയ്യേ, കുതിരയുടെ ചെവികളുള്ള രാജാവിനെ ഞങ്ങൾക്കൊന്നും വേണ്ട എന്നവർ പറഞ്ഞാൽ എന്തു ചെയ്യും? ഇതൊക്കെ പേടിച്ചിട്ട് പാവൻ രാജാവ് എന്തു ചെയ്യുന്നു, തൻ്റെ മുടി അങ്ങ് നീട്ടി വളർത്തും. അപ്പോൾ ഈ മുടിയുടെ ഇടയിൽ ചെവി ഒളിപ്പിക്കാമല്ലോ. പക്ഷേ എന്നാലും ഉണ്ട് പ്രശ്നം. എന്താ? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ രാജാവൊന്ന് ശ്രദ്ധിച്ചെന്ന് വിചാരിച്ചോ, ചെവി ഇങ്ങനെ കൂർപ്പിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ കുതിരകളുടേതുപോലെ ഈ രാജാവിൻ്റെ ചെവിയോ എഴുന്നേറ്റ് നിൽക്കും. പെട്ടില്ലേ? അതുകൊണ്ട് ഇയാളൊരു വലിയ നീളമുള്ളൊരു കിരീടവും വെക്കും. ആളുകൾ ഓർക്കും, ഇത്രയും പൊക്കമുള്ള കിരീടം എന്തിനാ? ചിലപ്പോൾ രാജാവിനെ മൊത്തത്തിൽ ഇത്തിരി പൊക്കം ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ അതല്ല, പാവത്തിൻ്റെ കുതിരച്ചെവി ഒളിപ്പിക്കണ്ടേ. ഇതിനാണ് ഇയാൾ വലിയ കിരീടവും വെച്ച് നീട്ടി മുടിയും വളർത്തി ഇങ്ങനെ നടക്കുന്നത്. ഇത് ഇയാൾ യുദ്ധത്തിന് പോകുമ്പോഴും ചെയ്യണം. എന്തു ചെയ്യണം? വലിയൊരു ഇരുമ്പിൻ്റെ ഒരു കിരീടം വെക്കും, ഒരു ഹെൽമെറ്റ്. എന്നിട്ട് അതിന് 2 കൊമ്പും ഉണ്ടാവും. ഈ കൊമ്പിൻ്റെ ഉള്ളിൽ ചെവിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ വെക്കും. അപ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷേ വർഷത്തിലൊരിക്കൽ രാജാവിൻ്റെ മുടി ഇങ്ങനെ നീണ്ടു വരുവാണല്ലോ, ഇത് വെട്ടാൻ ആരെങ്കിലും വരണമല്ലോ. അങ്ങനെ അങ്ങ് ദൂരെ നാട്ടിൽ നിന്ന് മുടിവെട്ടുകാരെ ഭടന്മാർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഈ കൊട്ടാരത്തിൽ മുടിവെട്ടാൻ വരുന്ന ഒറ്റ മുടിവെട്ടുകാരും പിന്നീട് തിരിച്ചു പോവില്ല. ആദ്യമൊന്നും ഇതാരും ശ്രദ്ധിക്കില്ല കേട്ടോ. പക്ഷെ പല തവണയായി നാട്ടിലെ ഓരോ മുടിവെട്ടുകാരെ ആയിട്ടിങ്ങനെ രാജാവിൻ്റെ മുടിവെട്ടാൻ പോകുന്നു, തിരിച്ചു വരുന്നില്ല, മുടിവെട്ടാൻ പോകുന്നു, തിരിച്ചു വരുന്നില്ല. ഇതിങ്ങനെ തുടരും. ഇതൊരു ചീത്തപ്പേര് തന്നെയാവും ശരിക്കും. രാജാവിൻ്റെ നാട്ടിൽ മാത്രമല്ല, അന്യനാടുകളിൽ പോലും. സത്യം പറഞ്ഞാലേ ഈ രാജാവിനെ പേടിച്ചിട്ട് ആ നാട്ടിലെ മുടിവെട്ടുകാരൊക്കെ ഈ പണി നിർത്തിപ്പോവും. ചിലർ ഈ നാട് തന്നെ വിട്ടുപോകും. എന്നിട്ട് ഈ നാട്ടിലെ പ്രജകൾക്ക് മുടി ഇങ്ങനെ നീണ്ടു വളർന്നു വന്നിട്ടൊന്ന് വെട്ടാനായിട്ടൊരു മുടിവെട്ടുകാരനെ കിട്ടാനില്ല. എന്താ ചെയ്യാല്ലേ? പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പനയുണ്ട്, എന്താ? മുടിവെട്ടുകാരനെ കൊണ്ടുവരണം. കൊട്ടാരത്തിൽ നിന്ന് ഭടന്മാരിറങ്ങും മുടിവെട്ടുകാരനെ അന്വേഷിച്ച്. ആരും സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആ പണി നിർത്തി, ഞങ്ങളിപ്പോൾ അത് ചെയ്യാറില്ല, ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ്. ഇതാണ് എല്ലാവരുടെയും ഡയലോഗ്. പക്ഷേ രാജാവ് പറഞ്ഞിട്ട് കേൾക്കാതെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെന്നാൽ ഭടൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇവന്മാർ കത്തിയും കടാരയും വാളും ഒക്കെ കാണിച്ച് ഇവന്മാരെ കൊണ്ടുപോകും. ഈ പോകുന്ന ആരും തിരിച്ചു വരത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു നാട്ടിലെ മർഖാൻ എന്നു പേരായൊരു മുടിവെട്ടുകാരനെ ഇവന്മാർ പിടിച്ചുകൊണ്ട് പോരും. പക്ഷെ എന്താണെന്നറിയാവോ, ഈ മർഖാൻ്റെ അമ്മയുടെ ഒറ്റ മകനാണിവൻ. അവരാണെങ്കിലോ ഒരു വിധവയുമാണ്, അവർക്ക് വേറെ ആരുമില്ല. നാട്ടിൽ മൊത്തം ചീത്തപ്പേരല്ലേ രാജാവിൻ്റെ ഭടന്മാരെ രാജാവിൻ്റെ മുടി വെട്ടാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മുടിവെട്ടുകാരനും തിരിച്ചു വരില്ല എന്നുള്ളത്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകും. ഇവർ ഈ രാജഭടന്മാരുടെ പുറകെ അങ്ങ് വെച്ച് പിടിക്കും. പക്ഷേ കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ ചെല്ലുമ്പോൾ ഭടന്മാർ തടയുവരെ. ഇവർ കയ്യും കാലും ഒക്കെ പിടിച്ചകത്ത് കയറി ഇവരുള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, മകം പതുക്കെ കത്തിയൊക്കെ തേച്ച് മിനുക്കി കത്രിയൊക്കെ റെഡിയാക്കി രാജാവിൻ്റെ മുടി വെട്ടാൻ പോവുക. അപ്പോൾ ഈ അമ്മ ചെന്നിട്ട് പറയും, രാജാവേ പ്ലീസ് അവിടുന്ന് എൻ്റെ മകനെ ഒന്നും ചെയ്യരുത്. അപ്പോൾ രാജാവ് ഞെട്ടും. ഞാനെന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ മകനൊരു മിടുക്കനായ മുടിവെട്ടുകാരനായതുകൊണ്ട് അവൻ എൻ്റെ മുടിവെട്ടാൻ കൊണ്ടുവന്നതാണ്. മുടിവെട്ടി കഴിഞ്ഞാൽ അവനെ ഞാൻ വിട്ടേക്കാം. ഇവൻ്റെ അമ്മ മർഖാൻ്റെ അമ്മ രാജാവിനെ ഇങ്ങനെ നോക്കും.
രാജാവെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അങ്ങയുടെ മുടിവെട്ടാൻ വന്ന ഒറ്റ മുടിവെട്ടുകാർ തിരിച്ച് നാട്ടിൽ പോയിട്ടില്ല. ഇതെല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. എനിക്കിവൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മകനെ ദയവ് ചെയ്ത് എനിക്ക് തിരിച്ചു തരണം. ഇത് കേൾക്കുമ്പോൾ രാജാവ് അമ്പരക്കും. കാര്യം ശരിയാ. ഈ മുടിവെട്ടുകാരെയൊക്കെ കൊണ്ടുവരും, മുടിവെട്ടും തട്ടിക്കളയും, കൊണ്ടുവരും, മുടിവെട്ടും തട്ടിക്കളയും. പക്ഷേ രാജാവിന് അറിയത്തില്ല പ്രജകൾക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ രാജാവ് ഒന്ന് നാണം കെടും. ഒരമ്മ വന്ന് മകൻ്റെ കാര്യമല്ലേ ചോദിക്കുന്നത്. അപ്പോൾ രാജാവ് പറയും, ശരി, നിങ്ങളുടെ മകന് എൻ്റെ ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനെ ഞാൻ ഒരു പ്രശ്നവും കൂടാതെ തിരിച്ചയച്ചേക്കാം. ഇത് കേട്ട് നിൽക്കുന്ന മർഖാൻ അപ്പം തന്നെ പറയും, രാജാവ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങയുടെ ഒരു രഹസ്യവും പുറത്തു വിടത്തില്ല. അപ്പോൾ രാജാവ് ചിരിക്കും. എന്നിട്ട് മർഖാൻ്റെ അമ്മയോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, മകനെ ഞാൻ അയച്ചേക്കാം, നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകാൻ പറയും. അങ്ങനെ അവർ പുറത്ത് മകന് കാത്തിരിക്കും. മർഖാനാണെങ്കിൽ ആകെ ഒരു ആദിയാണ്. എന്താണ് രാജാവിൻ്റെ രഹസ്യം? ഇനിയിപ്പോൾ അമ്മയ്ക്ക് വാക്കൊക്കെ കൊടുത്തിട്ടും തന്നെ തട്ടിക്കളയുമോ? അങ്ങനെ കത്തിക്കൊക്കെ മൂർച്ച കൂട്ടി കത്രികയൊക്കെ എടുത്ത് പതുക്കെ ഇവൻ രാജാവിൻ്റെ മുടി ഇങ്ങനെ വെട്ടി 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 വന്ന് നോക്കുമ്പോഴേ രാജാവിൻ്റെ മുടികൾക്കിടയിലൊരു ചെവി. എന്നാൽ സാധാരണ മനുഷ്യ ചെവിയല്ല, കുതിരയുടെ ചെവി. ഇവൻ ഞെട്ടും, എന്നിട്ടൊന്ന് വിറയ്ക്കും. അപ്പോൾ രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇപ്പം നിനക്ക് എൻ്റെ രഹസ്യം അറിയാമല്ലോ, നീ ഇത് പുറത്ത് പറയുമോ? ഇല്ല രാജൻ, എന്ത് സംഭവിച്ചാലും ഞാനിത് പുറത്ത് പറയില്ല. കൊള്ളാം, എന്നാൽ ബാക്കി കൂടി വെട്ടിക്കോ. അങ്ങനെ അവൻ നല്ല ഭംഗിയിൽ രാജാവിന് മുടി വെട്ടിക്കൊടുക്കും. ഇതൊക്കെ കഴിയുമ്പോൾ രാജാവിനെ നോക്കിയിട്ടൊന്ന് ചിരിക്കും. രാജാവിന് ഇവൻ വെട്ടിയതൊക്കെ അങ്ങ് ബോധിച്ചു. പറയും, നീ മിടുക്കനാണ്, നീ മുടി വെട്ടി എനിക്കിഷ്ടപ്പെട്ടു, നീ ഇന്ന് മുതൽ ഈ രാജ്യത്തെ ഒരു റോയൽ ബാർബറാണ്, അതായത് ആസ്ഥാന മുടിവെട്ടുകാരനാണ്. നീ ആരോടും, ജീവനുള്ള ഒന്നിനോടും എൻ്റെ രഹസ്യം പറയാത്തടത്തോളം കാലം നിന്നെ ഞാനൊന്നും ചെയ്യില്ല. എല്ലാ വർഷവും ഒരിക്കൽ നീ കൊട്ടാരത്തിൽ വന്ന് എൻ്റെ മുടി വെട്ടിത്തരണം. അത് നീ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു കാര്യത്തിന് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. നിൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നിനക്ക് പോകാം. മർഖാന് സന്തോഷമാകും. രാജാവിനെ കുനിഞ്ഞ് കുമ്പിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് കിട്ടിയ പണക്കിഴിയൊക്കെ കയ്യിൽ പിടിച്ച് ഇവൻ സന്തോഷമായിട്ട് നാട്ടിലേക്ക് പോവും. നാട്ടിൽ എല്ലാവർക്കും അത്ഭുതം, മർഖാൻ എങ്ങനെ തിരിച്ചു വന്നു? ഇതേവരെ രാജാവിൻ്റെ മുടി വെട്ടിയ ഒറ്റ മുടിവെട്ടുകാരനും തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഇത്ര മിടുക്കനായിരിക്കുമോ? ആൾക്കൊക്കെ ഭയങ്കര കൗതുകമാകും, ഇതെന്താ സംഭവം? പിറ്റേന്ന് തൊട്ട് മർഖാൻ്റെ വീടിൻ്റെ മുമ്പിൽ ക്യൂവാ ആളുകൾ. മുടിയുള്ളവനും മുടിയില്ലാത്തവനും കഷണ്ടിയുള്ളവനും നീട്ടി വളർത്തിയവനും നരച്ചവനും ഒക്കെ മർഖാൻ്റെ കൈകൊണ്ട് മുടി വെട്ടണം. അങ്ങനെ മർഖാൻ ഇവരുടെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കും. പക്ഷെ പലർക്കും അറിയേണ്ടത് എന്താണ് ഈ കൊട്ടാരത്തിൽ നടക്കുന്നത്, ആരും എന്താ പോയിട്ട് തിരിച്ചു വരാത്തതെന്ന്. പക്ഷെ മർഖാൻ വാക്ക് കൊടുത്തതല്ലേ, തല പോണ കേസല്ലേ, ആൾ മിണ്ടത്തില്ല. എന്നിരുന്നാലും രാജാവിനെ തൃപ്തിപ്പെടുത്തിയ ഈ മുടിവെട്ടുകാരനെ എല്ലാവർക്കും അങ്ങ് ബോധിക്കും. പിന്നീട് ഒരിക്കലും മർഖാന് ജോലിയില്ലാതിരിക്കുന്നൊരു അവസരം തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയാം. എന്നും ആളുകൾ ക്യൂവാ മർഖാനെ കൊണ്ട് മുടിവെട്ടിക്കാൻ. ആ നാട്ടുകാർ മാത്രമല്ല കേട്ടോ, മറുനാട്ടിൽ നിന്നും ആളുകൾ വരുക ഇവനെ കൊണ്ട് മുടിവെട്ടിക്കാൻ. അങ്ങനെ മർഖാൻ അത്യാവശ്യം സമ്പന്നനാവും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെയുണ്ട്, സുഖകരമായ ജീവിതം. എന്നാലേ ഇവനൊരു മനസ്സമാധാനമില്ല. രാജാവിൻ്റെ രഹസ്യം അറിയാമല്ലോ, ഇത്രയും വലിയൊരു രഹസ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നു, ആരോടും പറയാനും പറ്റുന്നില്ല. എന്ത് ചെയ്യും? ഇവനൊരു സമാധാനമില്ല, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പുരോഹിതനെ കാണാൻ പോവും. എന്നിട്ട് തൻ്റെ സങ്കടം പറയും, എനിക്കൊരു രഹസ്യം അറിയാം, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല കാണില്ല, പക്ഷെ ഇത് പറയാതിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു കല്ലിരിക്കും പോലെയാണ്, എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇത് കേട്ടിരുന്ന പുരോഹിതൻ ചോദിക്കും, നീ ഈ രഹസ്യം ആരോടും പറയില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ മർഖാൻ പറയും, ഞാൻ വാക്ക് കൊടുത്തു പോയി. നീ എങ്ങനെയാണ് വാക്ക് കൊടുത്തേ? ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ജീവനുള്ള ഒന്നിനോടും ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തില്ല. ഇങ്ങനെ സത്യം ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്, ഇനി അത് മാറ്റാൻ പറ്റില്ല. പുരോഹിതൻ മിണ്ടാതെ കുറച്ച് നേരം ആലോചിക്കും. എന്നിട്ട് പറയും,
ജീവനുള്ളതിനോട് പറയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ജീവനില്ലാത്തതിനോട് പറയാമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ കാട്ടിലേക്ക് അങ്ങ് ഇറങ്ങിച്ചില്ലേ, എന്നിട്ട് വല്ല മരത്തിനോടോ ചെടിയോടോ എന്തിനോടെങ്കിലും അങ്ങ് പറയ്. അങ്ങനെ നിൻ്റെ വിഷമം തീരും വരെ നീ അങ്ങ് പറയ്. ഇത് കേൾക്കുമ്പോൾ മർഖാന് സന്തോഷമാകും. നല്ലൊരു ഐഡിയ ആണല്ലോ. ജീവനുള്ള ആരോടും പറയില്ല എന്നല്ലേ പറഞ്ഞത്, അത് പറയുന്നില്ല. അങ്ങനെ മർഖാൻ ഒരു കാട്ടിലേക്ക് പോകും. അങ്ങനെ നടന്ന് 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 കുറച്ചങ്ങ് ചെല്ലുമ്പോഴേ ഒരു വലിയൊരു വാൾനട്ട് മരം. ഇതിനെ കാണുമ്പോൾ മർഖാൻ തീരുമാനിക്കും, ആ ഇതിനോടാണ് ഞാൻ എൻ്റെ സത്യം, എൻ്റെ രഹസ്യം പറയാൻ പോകുന്നത്. അങ്ങനെ ഈ മരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവൻ വളരെ രഹസ്യമായിട്ട് പതുക്കെ പറയും, ചെവിയിൽ പറയും പോലെ പറയും, നമ്മുടെ രാജാവിന് കുതിരയുടെ ചെവിയാണ്, നമ്മുടെ രാജാവ് ഒരു കുതിരച്ചെവിയനാണ്, നമ്മുടെ രാജാവ് ഒരു കുതിരച്ചെവിയനാണ്. ഇങ്ങനെ പല തവണ പറഞ്ഞു കഴിയുമ്പോൾ മർഖാൻ ആശ്വാസമാകും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മർഖാന് മനസമാധാനം കിട്ടും. അവൻ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. പക്ഷേ അവിടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരാന്നല്ലേ? അവൻ്റെ പേരാണ് ക്രാഫ്റ്റീൻ. അവനൊരു ഹാർപ്പ് വായിക്കുന്ന ആളാണ്. ഹാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീണയും തമ്പുരും കിന്നരമൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റാണ്. ഇത് വായിക്കുന്നവനാണ്. ഇവനൊരു പുതിയ ഇൻസ്ട്രുമെൻ്റ് വേണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് പറ്റിയ തടി അന്വേഷിച്ച് ഈ കാട്ടിൽ വന്നതായിരുന്നു ക്രാഫ്റ്റീൻ. ഇവൻ ഏത് മരമാണ് എടുക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ മർഖാൻ പോയി രഹസ്യം പറഞ്ഞ വാൾനട്ട് മരം. അതിൻ്റെ ചില്ല ഒടിച്ച് അത് വെച്ചിട്ട് അതിമനോഹരമായ സുന്ദരമായൊരു ഹാർപ്പ് അവൻ ഉണ്ടാക്കും. നന്നായിട്ട് പോളിഷ് ചെയ്ത് മനോഹരമാക്കി ഇവൻ ഇതിനെ എടുക്കും. ഈ ക്രാഫ്റ്റീൻ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹാർപ്പ് വായനക്കാരനാണ്. അങ്ങനെയിരിക്കെ ഇവനെ രാജകൊട്ടാരത്തിൽ നിന്ന് വിളി വരും. ഏത് രാജാവിൻ്റെ ആയിരിക്കും? അതുതന്നെ, ലോറി ലിൻഷോക്കിൻ്റെ വിളി വരും. അവിടെ വന്ന് ഹാർപ്പ് വായിക്കണം. അവിടെ ഒരു വിരുന്നൊക്കെ നടക്കുകയാണ്. ഒരുപാട് അതിഥികളും പ്രജകളും പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് ക്രാഫ്റ്റീനെ വിളിക്കും. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഈ ഹാർപ്പ് അങ്ങ് വായിക്കാൻ പറയും. അവൻ പതുക്കെ നല്ല ലെതർ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ ഹാർപ്പ് പുറത്തെടുത്ത് പതുക്കെ വായിച്ചു തുടങ്ങും. എന്നാൽ അത്ഭുതം ഒന്ന് പറയട്ടെ, സാധാരണ ഹാർപ്പിൽ നിന്ന് വരുന്ന സംഗീതത്തിന് പകരം ഒരു മനുഷ്യൻ്റെ ശബ്ദമാണ് ഇതിൽ നിന്ന് വരുന്നത്. അയാൾ എന്താ പറയുന്നതെന്നോ? രാജാവ് കുതിരച്ചെവിയനാണ്, രാജാവ് കുതിരച്ചെവിയനാണ്, രാജാവ് കുതിരച്ചെവിയനാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും. എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. ആളുകൾ പരസ്പരം നോക്കും. ക്രാഫ്റ്റീനാണെങ്കിൽ എന്താ ചെയ്യാന്നറിയാതെ വേഗം വായനയൊക്കെ നിർത്തുവേ. പക്ഷെ എന്നിട്ടും ഈ ഹാർപ്പ് മിണ്ടാതിരിക്കില്ല. ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, രാജാവ് കുതിരച്ചെവിയനാണ്, രാജാവ് കുതിരച്ചെവിയനാണ്. രാജാവിനങ്ങ് ദേഷ്യം വരും. രാജാവ് ചാടി എഴുന്നേക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇയാൾ ചാടി എഴുന്നേക്കുമ്പോൾ ഇയാളുടെ തലേന്ന് കിരീടം തെറിച്ചു പോവും. ആ കുതിരച്ചെവികൾ എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും ഇത് കണ്ട് ഞെട്ടും. രാജാവിന് സങ്കടമാകും. ഇനി ഏത് നിമിഷവും ആളുകൾ തന്നെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കും. ചിലപ്പോൾ ഈ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടും. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന രാജാവിനോട് പക്ഷെ ആളുകൾ ഇതൊന്നും ചെയ്യില്ല. അവർ നോക്കും, അവർക്ക് അത്ഭുതവും തോന്നും. എന്നാലും പരിഹാസത്തിന് പകരം അവർക്ക് ദയയും സ്നേഹവുമാണ് രാജാവിനോട് തോന്നുന്നത്. പാവൻ രാജാവ് എത്ര നാളായിട്ട് ഈ രഹസ്യം ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടു നടക്കുക, എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. അങ്ങനെ രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രജകൾ രാജാവിൻ്റെ കുതിര ചെവിയോടുകൂടി സ്വീകരിക്കും. രാജാവിന് ഭയങ്കര സന്തോഷമാകും. രാജാവിന് മാത്രമാണോ? ചുറ്റുമുള്ളവർക്കും സന്തോഷമാകും. രാജാവ് സന്തോഷിച്ചാലോ പ്രജകളും സന്തോഷിക്കും. എന്നാൽ വേറൊരു കൂട്ടർക്കാണ് ഏറ്റവും സന്തോഷം. ആർക്കാന്നല്ലേ? ഈ നാട്ടിലെയും മറുനാട്ടിലെയും മുടിവെട്ടുകാർക്ക്. അവർക്കൊക്കെ സമാധാനമാകും. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് നാട്ടിൽ തിരിച്ചു വരാം. ഇഷ്ടമുള്ള സ്വന്തം കുലത്തൊഴിലൊക്കെ ചെയ്തങ്ങ് സമാധാനമായിട്ട് ജീവിക്കാം.
കുറേ നാളുകളായിട്ട് മുടി വെട്ടാതിരുന്ന പാവം ജനങ്ങൾക്കും ഇനി മുടി വെട്ടാം. കാരണം നാട് വിട്ട് പോയ മുടിവെട്ടുകാരൊക്കെ തിരിച്ചു വരുമല്ലോ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും. ഇതാണ് കുതിരച്ചെവിയനായ രാജാവിൻ്റെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.